പിന്നെ ഇപ്പൊ എത്താ അതിനൊക്കെ പറയണേ ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പോതിന് ഇവിടെ മറ്റേ ഇതില് ഞാൻ കാണിച്ചു തരാം. റിയാക്ഷൻ വീഡിയോയിൽ വരുന്നുണ്ട് ഇനി നമ്മളെ ഇവിടെ. അയ്യോ റിയാക്ഷൻ വീഡിയോ അതൊക്കെ കളഞ്ഞു. അത് ആരാടാ? അത് ആ റക്കം കളഞ്ഞതേക്കാരാ കുണ്ണ. ആ മറ്റേ സാധനം കണ്ടീനല്ലടാ ഞാനിവിടെ. എന്താ പറയാ റക്കനോ അവന്റെ അർജന്റീന. ഇല്ല 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 ഇവിടെ മറ്റേ ഇതുണ്ടായിരുന്നു. എന്താ പറയാ എടാ ആ ഫിഫന്റെ അല്ല ആ ഫിഫന്റെ ചങ്ങായി ഇങ്ങനെ കജ്ജിങ്ങനെ കുത്തിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. ഓനൊക്കെ ഇങ്ങോട്ട് ടെൻഷൻ ആയിട്ട് അറിയാം അവിടെ ആ പെനാൽറ്റി പുറത്ത് കടിച്ചപ്പോത്തിന്. എടാ കമ്മിറ്റി ടീമാടാ, കമ്മിറ്റി ടീം. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വെൽക്കം ടു റിയാലിറ്റി. ഗ്രീൻ സ്ക്രീൻ ഇടണോ റോയില? ഗ്രീൻ സ്ക്രീൻ ഒന്നും ഇട്ടാടാ റോയില. ഞാനൊന്ന് ഇവിടെ കുറച്ച് വീട് പണി നടക്കുന്നോണ്ട് ഒക്കെ സാധനങ്ങളൊക്കെ റൂമൊക്കെ കിട്ടിയ. ആരാ കൂക്കണേ? പുതിയ ബെഡൊക്കെ ഉണ്ടല്ലോ. പുതിയ ബെഡോ? അത് പഴയ ബെഡാണ്. ഒരു ക്രൈ ഹാർഡറും അല്ല ബ്രോ, ഒരു ക്രൈ ഹാർഡറും അല്ല. ഫിഫ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ താങ്ങിയ ഒരുത്തനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഹാഫ് ടൈം ആയപ്പോ എന്തായി അറിയോ? ഹാഫ് ടൈമിന് 45 മിനിറ്റ്സ് കഴിഞ്ഞാണ്ട് ഉള്ളിൽ പോയപ്പം മെസ്സി ഫോൺ എടുത്ത് കണ്ട് കറക്കാണ്ടാണ്ട് വിളിച്ചു മറ്റേ മുട്ടക്ക്. എങ്ങനെയും ഒന്ന് ജയിപ്പിച്ചേരി വെച്ചാണ്ട്. അപ്പോൾ ഫിഫന്റെ ആ ചങ്ങായി മുട്ട വിളിച്ചു കണ്ട് ലെഫ്രിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എടാ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു ഇല്ലുമിനാണ് ഞാൻ എന്ന് പറയലോ തുടങ്ങിയ ഈ സാധനം. ഇപ്പൊ ഇല്ലുമിനാണ്ടിയാടാ, അത് നമുക്ക് ഹറാമാണ്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യൂല, മനസ്സിലായോ? അത് നമുക്ക് ഹറാമാണ്, ഒന്നും ചെയ്യൂല. ഇല്ല ബ്രോ, അതുകൊണ്ട് ഞാൻ ഫ്രാൻസ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഫ്രാൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അണ്ണൻ വിരമിച്ച ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ഇനി ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യും, മനസ്സിലായോ? റിയൽ അബിടാ. എടാ ഞാൻ പറയട്ടെ, എടാ നമ്മൾ പോർച്ചുഗൽ എന്ന് പറയുന്ന സാധനത്തേക്ക് പോയത് എന്തുകൊണ്ടാ? അവിടെ ക്രിസ്ത്യാനോ എന്ന് പറയുന്ന ഒരാളെ മാത്രം കണ്ടിട്ട് പോയതാ. തമ്മിൽ നോക്ക്, തമ്മിൽ എന്താ ക്രിസ്ത്യാനോനെ മാത്രം കണ്ടിട്ട് പോയതാ. ഇബ ഓ സങ്കടം കണ്ട് വന്നിട്ടുണ്ടല്ലോ ഇവന്. അടാ ഇവൻ ഏതിന്റെ രാജ്യത്തിലാടാ ഈ മൊട്ട? ഈ ഫിഫന്റെ ഈ ചങ്ങായി ആ ഇപ്പൊ അർജന്റീന തന്നെ? അല്ലല്ല ഇപ്പൊ ഏതാ രാജ്യം? ഏയോ അണ്ടിയാണിത്. എല്ലാം ആണല്ലോ. കണ്ടറിഞ്ഞൂടെ? ഇത് ആണോ? തലയുടെ കളർ വ്യത്യാസം നോക്ക്, കൈയുടെയും തലയുടെ കളർ വ്യത്യാസം നോക്ക്. അല്ലല്ലോ ഓടാ, ഇത് ഒന്നല്ല. ഇവിടെ ഫുൾ ടീം ഉണ്ട്, നിങ്ങൾക്ക് അറിയണ്ട. ഇവിടെ ആസിം, ഫവാസ്, മുസ്താഖ് ഫുൾ ടീം ഇവിടെ ഇരിക്കുന്നുണ്ട്. തങ്കപ്പ ലൈവിലുവാ. തങ്കപ്പ പോർച്ചുഗൽ ആയതുകൊണ്ട് പോർച്ചുഗൽ തോറ്റിട്ട് ക്യാമറന്റെ മുന്നിൽ വരില്ല എന്ന് പറഞ്ഞു ആസിമൊക്കെ. ഇവിടെ ലേസം കൊണ്ട് പറഞ്ഞു. ഇല്ലടാ ഇത് ഞാൻ പറയട്ടെ, ഇവനൊക്കെ എന്റെ അഭിപ്രായത്തില് ഈജിപ്തിന്റെ മറ്റേ കോച്ചിനൊക്കെ കൊടുക്കണുണ്ട് റെഡ് കാർഡൊക്കെ. എത്തിനാപ്പ ആക്കെ എല്ലാവർക്കും വരുന്നവർക്കും പോണവർക്കും ഒക്കെ കാർഡ് ഈജിപ്തിലുള്ള എല്ലാവർക്കും. എടാ ഇതൊക്കെ ഒറിജിനലാടാ മണ്ടന്മാരെ. ഇത് ഒന്നല്ല. ഇത് കണ്ടോ? ദിൽഷാ ബ്രോ, താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്, മീൻസ് എ ലോട്ട്. അർജന്റീന തോറ്റാൽ ലൈവ് വരൂ പറഞ്ഞു കേട്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇത് ഷെഡ്യൂൾ ചെയ്ത് റെഡി ആയിക്കാണ്ട് വെച്ചതേനു ഗൈസ്. അർജന്റീന ജയിക്കുന്നത് വരെ ഫൈനൽ വിസിൽ ഊതില്ല എന്ന് റഫറി അറിയിച്ചിട്ടുണ്ട്. അറിയാ ബ്രോ, ഇതൊക്കെ വെറും ഫേക്കാ, മനസ്സിലായി? മാൻ ഓഫ് ദ മാച്ച് ഇവൻ. എനിക്കൊന്നും പറയല്ല ബ്രോ, ഒന്നും പറയല്ല. ഓ ഇസ് ദ ടോപ്പ് സ്കോററോ? ആര്? മെസ്സിയേക്കാരം കളി കാക്കണ്ട് ബ്രോ. എംബാപ്പേ എല്ലാം മെസ്സിയാണ്, മനസ്സിലായോ? ടോപ്പ് അസിസ്റ്റ് റെക്കോർഡാണ്, റെക്കോർഡ്. കമ്മിങ്, വെയിറ്റ്, ഓക്കേ മൈ ബോയ് കമ്മിങ്. വെയിറ്റ് ചെയ്യും നിങ്ങളെ നമ്മളെ അതേ ഊക്കല്ലേ. എന്നാലും എങ്ങനെ ഡബിൾ ജയിച്ചു?
ഗൈസ് ഇന്ന് ഇല്ല, ഇനി വേറെ ലൈവ് ഒന്നും ഇന്നില്ല. ഇന്ന് മൂഡ് പോയി. ഞാൻ ഇന്ന് മാട്ടം പോലെ ഞാൻ ഉണ്ടല്ലോ നല്ല റെങ്കിൽ തുള്ളി ചാടാൻ വേണ്ടി കണ്ട് ലൈവിൽ ഇങ്ങനെ മൂടായി നിൽക്കേനി. എന്താ ഈ കളി കജാത്ത, കളി കഴിഞ്ഞിട്ട് വേണമെന്ന് ലൈവ് വരാൻ ഇരുന്നിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കേനി. പക്ഷെ മുമ്പിച്ചു. സീസണൽ ഫാൻ റൊണാൾഡോ പുറത്തായിട്ടാണ് എംബാപ്പെ ആയി. എടാ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. റൊണാൾഡോക്ക് ഇനി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് ഓപ്ഷൻ ഇല്ല. ബോസ് ബ്രോ താങ്ക് യു ഫോർ ദ 500 പോയിന്റ്സ് മീൻസ് ശരിക്കും ടീം മാറിയല്ലേ ബ്രോ. നമ്മൾ പണ്ടേ ഫ്രാൻസ് ആണ് ശരിക്ക്, മനസ്സിലായോ? പക്ഷെ നമ്മൾ ക്രിസ്ത്യാനോ പോർച്ചുഗലിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ഇന്നേരെ കളി കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ലൈവിൽ വന്നാണ്ട് നിങ്ങളോട് കളി കാണണമെന്നോ അല്ലെങ്കിൽ കളി അതാണ് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അന്നേ ഫ്രാൻസിന്, മനസ്സിലായോ? എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഫ്രാൻസുകാരൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ക്രിസ്ത്യാനോ എന്നുള്ള ഒരു വ്യക്തി അവിടെ പോർച്ചുഗലിൽ കളിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്തത്. ഇനി ഞാൻ എന്തായാലും ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യും. കാരണം എൻ്റെ ഇത് പോയി, ക്രിസ്ത്യാനോ പോയി, ഔട്ടായി. പിന്നെ ഇപ്പം എനിക്ക് പ്രശ്നമില്ലല്ലോ. അല്ല ഞാൻ പറയട്ടെ, നമ്മളങ്ങനെ തളരാൻ പാടില്ല. ഇനിയും മുന്നോട്ട് ലൈവ് എന്താക്കി പോട്ടെ. ബൈ. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ഗുഡ് നൈറ്റ്. ബൈ. എല്ലാവരും മെസ്സിനെ ഞാൻ പറഞ്ഞില്ല, ഇബല് തോൽക്കണേനടാ. ഇബല് കുറച്ച് കുണ്ണാളുണ്ട്. ഇബല് വിചാരം ഇബല് എന്തോ വലിയ സംഭവമാണ്. ഷെയ്ക്കീസ് റിയൽ ഫിഗോതോ എടാ, അമ്പിന്ന് എഴുതുന്നവർക്കൊക്കെ അമ്പിന്നിടാ, മനസ്സിലായി. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനോ ഫാനാണ്. ദ പ്യുവർ ഓൺലി വൺ ആൻഡ് ഓൺലി റൊണാൾഡോ ഫാൻ. എടാ ഞാൻ പോട്ടെ, ഒമാരൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. തങ്കനടെ തങ്ക ബദുറോ ഇവിടെ വന്നാ, ഇവിടെ വാ. അന്നെ ചോദിച്ചനെ, ഇവിടെ വാ. വെയിറ്റ് ആക്കും. വലിയ പോർച്ചുഗൽ ഫാൻ ഉണ്ട്, ഇതാ വരുന്നത്. ഒരു സ്റ്റൂൾ എടുത്ത് വന്നാച്ച്. അതല്ലേ, വെയിറ്റ് ആക്കും. ബോസ് വരുന്നുണ്ട്. ബോസ് ഇന്നലെ പോർച്ചുഗൽ തോറ്റപ്പം ഊട്ടി പോയാലോ ടൂർ പോയാലോ വെച്ച് വന്ന ആളാണ്. ഏത് കാലത്ത് ഇഞ്ഞില്ല അണ്ണന് ഇനി വേൾഡ് കപ്പ് ഒന്നും കളിച്ചാൻ പറ്റില്ല. മണ്ടനാണല്ലേ. യൂറോപ്പ് ഇഞ്ഞ് കളിച്ചേന്. എന്നാ യൂറോപ്പ് കഴിഞ്ഞിട്ട് ഇട്ടാ മതിയേനെ അപ്പൊ ഈ കുപ്പായം. യൂറോപ്പ് കളിച്ചേന്. എടാ ആവറേജ് പെനാൾഡോ ഫാനോ? എടാ ഇവര് എങ്ങനെയാടാ ഈ ജയിച്ചത് ഈ അർജന്റീന? അത് സ്വൈപ്പിംഗ് മെഷീന്റെ മറ്റേ സ്റ്റിക്കർ ഉണ്ടല്ലേ, ഏത് സ്വൈപ്പിംഗ് മെഷീൻ ചെയ്യുന്ന സ്റ്റിക്കർ. മെസ്സി സ്വൈപ്പിംഗ് മെഷീൻ ചെയ്യേ? ഏതാ സ്റ്റിക്കർ? ഇത് ഉണ്ടോ നോക്കട്ടെ. ഇത് നീ എന്നോട് നേരത്തെ കുഴിച്ചിടുവന്നോ പഞ്ചാര വെച്ച് പൂട്ടിൽ കത്തിക്കുവന്നോ അയ്യോ, ആണോ? ഇതാണോ? ഇതല്ല, വേറെ ഒരു സ്റ്റിക്കർ മാത്രമാണ്. നിന്ന് കരയാണ്ട പോ ചെയ്യിക്കുന്നോ? എടാ മുത്തേ, ഇവിടെ ഈജിപ്തിന് ജയിച്ചപ്പോത്തിന് ഇവിടെ കപ്പ് പൊക്കിയോ? ഇവല് ഇന്ന് ഫൈനലാ കളിച്ചത് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവർക്ക് ഇങ്ങനൊരു ഇതൊക്കെ എന്താ മുത്തേ, സത്യല്ലേ? എന്ത് ഫേവറീസ് ആടാ ഇവന്മാർക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിലൊന്നും വെറുതെ മണ്ടന്മാരാവില്ല. ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്ക്. അതാണ് അടിച്ചാ നോട്ടെ. നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്ക്. നമ്മളെ മനഃപൂർവ്വം പുറത്താക്കി ഞമ്മക്ക് സ്പെയിനിനെ തന്നു 100%. അല്ലെ? ഇവർക്ക് ഈജിപ്റ്റ് ഇന്ത്യനെ കിട്ടുകയാണെങ്കിൽ ഇന്ത്യനൊക്കെ കൊടുക്കുള്ളൂ പോലെ. അങ്ങനത്തെ അത്രയും ദൂരെ ടീമുകളെ കൊടുക്കുക. എന്നിട്ട് 2 വാങ്ങി. അയ്യേലേ ഉറപ്പിച്ചിനി എങ്ങനെയൊക്കെ തട്ടിമുട്ടി കഴിച്ചതാണ്. അയ്യോ സത്യം, വീണ്ടും കരയുന്നു. എടാ നിങ്ങൾ മെസ്സി ഫാൻസ് ആണ് ഇതില്
60% മെസ്സി ഫാൻസ് ആണെന്നുള്ളത് അർജന്റീന ഫാൻസ് എനിക്ക് ഇല്ലല്ലോ ഇനി മെസ്സി ഫാൻസേ ഉള്ളൂ. ആ ഇവര് അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നത് മെസ്സി കണ്ടിട്ട് തന്നെ അല്ലേ. എടാ ഒരു പെനാൽറ്റി ആദ്യ ഒരു പ്ലെയർക്ക് വേണ്ടിയ തരം പെനാൽറ്റി ഉള്ളു കടിച്ചാണ്. കാരണം കീപ്പർ മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞതേ, അതിന് പോലും കഴിയൂല സത്യം പറഞ്ഞ. നിങ്ങളോട് കജ്ജൂല മക്കളെ, നിങ്ങൾ എങ്ങനെയൊക്കെ ജയിച്ചാണ്. അടുത്ത ആരായിട്ടാ ഇവർക്ക് കളി? ഇവർക്ക് അടുത്ത കളി ആരായിട്ടാ മുസ്താഖെ? കൊളംബിയ ചെയ്യാറ്. ഷെയ്ക്ക് ഏതോ തമ്മിലോക്ക് കിടില സാധനം വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ നോക്കാന്നോ? ഷെയ്ക്കിന്റെ പടം വെച്ചോണ്ട് വന്നിട്ടുണ്ട്. എടെ കാണാനില്ലാന്നോ? ഒരു കാണാനില്ല. ഇവിടെ തന്നെ നമ്മളുണ്ട്, മനസ്സിലായോ? ഇവിടെ ഇല്ല, പോയിട്ടില്ല. അമ്മ ഇവിടെ തന്നെ ഉണ്ട്. യൂട്യൂബാ ബ്രോ ഇല്ലടാ, ഇത് ഉമ്മാര് എന്താ ഇതൊക്കെ ഗോളൊന്നും അല്ലടാ മുത്തേ. ഒറിജിനൽ ഗോൾ ഇങ്ങനെ കൈകൊണ്ടിട്ട് ആരാണ്? നിങ്ങളെ അണ്ണൻ തന്നെ. അല്ല, നിങ്ങളെ മെസ്സി തന്നെ. മെസ്സിയെ എത്ര ബാക്കിയാ നോക്കിക്കോളാം. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൾട്ടികൾ മിസ്സാക്കിയ താരമായി മെസ്സി. ഇന്റെ റബ്ബേ, അത്രയും നല്ലൊരു ചാൻസ് കൊടുത്തിട്ട് പോലും ഇവന്മാർക്ക് അത് ഇതാക്കാൻ വയ്യല്ലേ. ആ ഔഡിയും അണ്ണൻ തന്നെ അടിച്ചു കണ്ട് എങ്ങനെയെങ്കിലും സ്കോറിൽ ടോപ്പിൽ എത്തണം എന്ന് കരുതിയാണ്ട് അങ്ങനെ. പെനാൽറ്റി വേണ്ട ബ്രോ, വേറെ ഒരു ഗോൾ മെസ്സി ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ല ശരിക്കുന്നോ? അതെത്ത് ഗോളിനി, അതെത്ത് ഗോളിനി ഇങ്ങനെ ചെത്തി ഇങ്ങനെ അടിച്ചാലേ തോന്നുന്നത്. ഒരു കംബാക്ക് അടിയുമായി മെസ്സി വന്ന് ഒരൊറ്റ അടി അടിച്ചാണ്ടില്ല. ഇത് ഫോള്. അപ്പോൾ ഇതോ അതിനെ ഇത് നല്ല കൊച്ചളിക്കാണ് ആ ചവിട്ട് ഔട്ടിയല്ലേ. നല്ലൊരു അടി അടിച്ചിട്ടേ അതൊന്നും കൂട്ടാതെ ജയിച്ചു. നല്ല ഭാഗ്യടാ, നല്ല ഭാഗ്യ. അതിന് അത്രയും എന്താണ് കാലോണ്ട് വലിച്ചിട്ടല്ലേ. അത് കൊടുക്കൂല. അത് ഇനി മറ്റേ ഇയാള് പറഞ്ഞ മാതിരി അത് ഇനി ഒന്നും കൊടുക്കൂല. എടാ പോടാ, അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇന്നത്തെ ഗൂഗിളൊന്നും കണ്ടെടുത്താണ്ട് ഇങ്ങനെ തോണ്ടി വെക്കുക. അണ്ണൻ കയറി എന്നീ ഉണ്ടാവും നിങ്ങളെ അണ്ണൻ മേലക്ക്. പെനാൾട്ടി ഏറ്റവും കൂടുതൽ അടിച്ച ആരാണത്, പുറത്തേക്ക് അടിച്ച ആരാന്നുള്ളത്. ഒന്നും പറയല്ല ബ്രോ, ഒന്നും പറയാല്ല. പോർച്ചുഗൽ CR7 പോർച്ചുഗൽ എത്തിയോ ഷെയ്ക്കേന്നോ? ഇല്ല, സൗദി പോയി. വേറൊരു കളി ഉണ്ട് ഈ ആഴ്ച, അത് കളിച്ചാൻ വേണ്ടി പോയതാ. അടുത്ത ആഴ്ച വരുള്ളൂ. ആർപ്പില്ല എന്നാ ആർപ്പില്ല ഗൈസ്. അവിടെ കക്കൂസ് എപ്പിച്ചാണ് വേറെ കുറേ ടീം ഏറാൻ കെട്ടി സൂട്ടായിങ്ങാണ്ട് നിൽക്കുന്നുണ്ട് മട്ടം പോലെ. ഒന്നാമത് ഞാൻ സത്യം പറയാലോ, ഞാൻ ഇന്ന് തോറ്റിട്ട് ഞാൻ ഒരു കലാശക്കൊട്ടിന് വരണമെന്ന് ഞാൻ കരുതിനെ. പക്ഷെ ഇവല് ജയിച്ചടാ. എങ്ങനെ ഇവല് ജയിച്ചത് എനിക്ക് മനസ്സിലാവണില്ല. അർപ്പിന്നില്ല. നാളെ വരും. നാളെ സെറ്റായിട്ട് വരാം. ബ്രെയിൻലെസ്സേ, നിങ്ങള് കുറച്ച് മെസ്സി ഫാൻസ് ഉണ്ട് ഇവിടെ. നിങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങളെയും ഊമ്പിക്കും ലാസ്റ്റ്, മനസ്സിലായോ? നിങ്ങൾക്ക് ഹോപ്പ് തന്ന് ലാസ്റ്റ് നിങ്ങൾ ഊമ്പപ്പെടും. അപ്പൊ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തും, മനസ്സിലായോ? ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന ഷെയ്ക്ക് ദേജാവു, അത്ര ഞാൻ പറയുന്നുള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ദേജാവു, അത്രേ ഉള്ളൂ. ഒരു ദജ്ജാലും ആവൂല, അത് വെറുതെ ഒരു തോന്നല് മാത്രമാണ്. ഞാനേ ഗ്യാങ് അപ്ഡേറ്റ് എന്താ? ഗ്യാങ് അപ്ഡേറ്റ് നമ്മള് ആസ്ട്രിക്സിൽ നമ്മള് ആപ്ലിക്കേഷൻ ഇടും ഗൈസ്. അത് അതിന്റെ ബാക്കിൽ ഒന്നും ഇരിക്കാൻ നേരം കിട്ടില്ല. ഒന്ന് ഫുൾ ടൈം സെറ്റ് ആയിരുന്നതേനു. നമുക്ക് ഓൾറെഡി തന്നു ജയിക്കുന്ന എന്ത് ഇല്ല, ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. അതൊക്കെ ഇപ്പൊ നമ്മള് തമാശ പറയണാണ്, വേറെ കാര്യം. നമ്മൾ 1 and only സൂയി ഫാനാണ്, അല്ലാതെ പണ്ടേ നമ്മൾ പോർച്ചുഗൽ ഫാനൊന്നും അല്ല. നമ്മൾ ക്രിസ്ത്യാനോ വിട്ടപ്പോൾ നമ്മൾ റയൽ വിട്ടു. ക്രിസ്ത്യാനോ യുണൈറ്റഡ് പോയപ്പോൾ നമ്മൾ യുണൈറ്റഡ്. ഇനി ക്രിസ്ത്യാനോ അൽ നാസർ ആയ നമ്മൾ അൽ നാസർ. അതാണ് നമ്മളെ പോളിസി. ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് വിട്ടാ നമ്മൾ വേൾഡ് കപ്പ് വിടും. അത്ര ഞാൻ ചുമ്മാ എനിക്കൊന്ന് കുറച്ചിങ്ങോട്ട്, ഞാൻ സത്യം പറയല്ലേ, ഞാൻ അത്
അർജന്റീനനെ കളിയാക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്ന എഴുതി വന്നതിന്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഇവര് കുറച്ച് ഇല്ലുമിനാണ്ടി തീട്ടഭാഗ്യമുള്ള ടീമായതുകൊണ്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ജയിച്ചു. അടുത്ത എന്തായാലും പോവും. അടുത്ത ആരായിട്ടാടാ കളി? കൊളംബിയ. അടുത്ത വരട്ടെ, ഞാൻ വരുന്നുണ്ട് അന്ന് വരും. ഇപ്പൊ എനിക്ക് ഒന്നും പറയാനില്ല, മനസ്സിലായ? ഇപ്പൊ ഇനി ഞാൻ ഒന്നും പറയത്തില്ല. ഇനി കൊളംബിയ നിങ്ങളെടുത്ത് പണിയിട്ട് ഷെയ്ക്ക് അന്ന് സംസാരിക്കും. അതുവരെ എനിക്ക് നോ വേർഡ്സ് ബ്രോ. DC എന്താ അവിടെ നാളെ ഞാൻ പോട്ട്, നാളെ വരാം. DC എന്താ ഞാൻ തംബ്നെയിൽസ് ഇതിവിടെ നിറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഭാഗ്യ റഫറി ഈജിപ്തിന്റെ പോസ്റ്റിലേക്ക് ബോൾ അടിച്ചില്ലല്ലോ. ഇവൻ സത്യടാ, ഇവ എത്തിനെ ഇങ്ങനെ അത് അങ്ങനെ ഒരു ചങ്ങായി. സത്യമല്ലേ, പോർച്ചുഗല് എല്ലാം മുമ്പാപ്പെ ഫസ്റ്റ്